ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊക്കവട റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ ആദ്യം തന്നെ ഒക്കെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 സവാള ഉണ്ട്, പിന്നെ കുറച്ച് കാബേജ്, മുരിങ്ങേൻ്റെ ഇല, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ കാന്താരിമുളകും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ചപ്പും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടൊക്കെ ആദ്യം അരിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കിനിയൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇട്ടുകാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ടെടുക്കുക. മൈദപ്പൊടി ഇട്ടപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കണേ. ഞാനങ്ങനെ കപ്പിലൊന്നും അളന്നിട്ടൊന്നുമല്ല ഇടല്. അപ്പം എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ട് ഇടും. 1 കിലോ മൈദ ഇട്ടിരുന്നു, അതിനൊരു 3/4 ഭാഗത്തോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ ഒന്നിനൊരളവും കാര്യമൊന്നും വെക്കലില്ല. അപ്പം അങ്ങനെ തോന്നുന്ന പോലെ ഒരു കൈക്കണക്ക് എടുത്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള സോഡപ്പൊടിയും ഇട്ടെടുക്കുക. പിന്നെ ബാക്കി മുളക് പൊടിയും കാര്യമൊക്കെ ഇട്ടെടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ ഗരം മസാല എന്തെങ്കിലുമൊക്കെ ചേർത്തെടുത്താൽ മതി. ഒക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ആദ്യം നന്നായിട്ടൊന്നും ഒഴിക്കരുത് കേട്ടോ. ഒന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. ആദ്യം പൊടികളൊക്കെ നല്ലതൊന്നും മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. നല്ലോണം കുഴച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് കുഴഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാവൊക്കെ കുഴച്ച് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കരണ്ടൊക്കെ പോയി ഇടി മൈയൊക്കെ കാരണം. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണയൊക്കെ നല്ല ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവിട്ടുകാണ്ട് പൊരിച്ച് കോരാം. ഞാനൊരു സ്പൂണോട് എടുത്തുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ടെടുക്കണേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ചിലവർ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കൈമേലൊന്നും ആവണ്ടല്ലോ വിചാരിച്ചിട്ട് സ്പൂണോട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാവൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡും ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ പൊരിച്ച് കോരണം കേട്ടോ. 2 സൈഡും നല്ല മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ച് സാവധാനം ചെറിയ തീയിലാക്കിയിട്ട് ഒരു ഗോൾഡൻ കളർ ആവേണ്ട വരെ ഇങ്ങനെ പൊരിക്കുക. ഇനി നമുക്ക് ഫുള്ള് പൊരിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിതൊക്കെ പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. കറണ്ടൊന്നും ഇല്ലായിരുന്നില്ല, ഞാൻ ഉച്ചയ്ക്ക് പോയതാണ്. അപ്പോൾ നല്ല ഇരുട്ടാണ്, ഒരു ക്ലിയറും കാര്യമൊന്നുമില്ല. ഒക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.